ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറിലാണ് ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായി തന്നെ ഒന്ന് മുറിച്ച് അതുകൂടി ഇതിലേക്ക് ഇട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നന്നായി ഇത് വഴന്ന് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് 1 കപ്പ് കാബേജ്, അതും ചെറുതായി തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്, കാബേജ് കൂടി ചേർത്ത് കൊടുത്ത് അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കാബേജ് ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞു. അതിലേക്ക് ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, കുറച്ച് ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പച്ചക്കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ചെയ്യുന്നത് കുറച്ച് മല്ലിയില ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിതൊരു ചെറിയ തീയിലിട്ട് 5 മിനിറ്റ് സമയം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം 5 മിനിറ്റ് സമയം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചതായിരുന്നു. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചുടച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കൈ കൊട്ടുന്ന പരുവത്തിലാണ് ഇതുള്ളത്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം അതിന് അളവൊന്നുമില്ല, നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് വരെ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമുക്കിത് റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള റോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ചെയ്യേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് കട്ടിയായി തന്നെ നമുക്കൊരു ബാറ്ററിയുടെ റെഡിയാക്കി എടുക്കുക വേണ്ടത്. ഇതിൽ മുക്കിയിട്ട് വേണം നമുക്കിത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കുമ്പോൾ ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയും ആകാൻ പാടില്ല. ഏകദേശം നമ്മൾ ഈ റോളിലൊന്ന് പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള കട്ടിയിൽ ഇത് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഇതൊന്നിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നന്നായി തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നേരത്തെ തന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, ഇല്ലെങ്കിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നല്ല തിളച്ച എണ്ണയിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അങ്ങനെ നമുക്ക് നല്ല സോസിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.